കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ആരോഗ്യം സംരക്ഷിക്കണം എന്ന ഉദ്ദേശത്തോടെ കൊണ്ടുവരുന്ന ഒരു സാധനമാണ് ഈ സൂംബ ഡാൻസ്. സൂംബ ഡാൻസ് എന്നാൽ ശരീരം മൊത്തം ഇളകും, അപ്പോൾ നല്ലൊരു വ്യായാമം ആവും വിദ്യാർത്ഥികൾക്ക് എന്നത് തന്നെയാണ് ഇതിൻ്റെ പുറത്തുള്ള ലക്ഷ്യം. ഇതാണ്. അകത്ത് വേറെന്തേണ്ടോ എന്നൊന്നും അറിയില്ല. വിദ്യാർത്ഥികളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സൂംബ ഡാൻസ് വരുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, വിദ്യാർത്ഥികളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ഏറ്റവും നല്ലത് കായികമായ പരിപാടികളാണ്. ഇപ്പോൾ സ്കൂളുകളിൽ അരമണിക്കൂർ ആഴ്ചയിൽ 1-2 ദിവസമാണ് PT പീരീഡുകൾ കിട്ടുന്നത്. അത് കിട്ടിയാൽ തന്നെ കുട്ടികൾ വെറുതെ ഇരുന്ന് കഥ പറയല്ലാതെ വേറൊന്നും നടക്കുന്നില്ല. ഈ അരമണിക്കൂർ എന്നുള്ളത് ദിവസവും 1 മണിക്കൂർ ആഴ്ചയിൽ 5 ദിവസവും ആക്കിയിട്ട് വിദ്യാർത്ഥികളെ ഗ്രൗണ്ടിലിട്ട് പലതരത്തിലുള്ള കളികൾ പ്രാക്ടീസ് ചെയ്താൽ അത് തന്നെയാണ് ഈ സൂംബ ഡാൻസിനേക്കാൾ ഏറ്റവും നല്ലത് എന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, എല്ലാ സ്കൂളിലും സ്ഥലങ്ങളുണ്ട്, സ്കൂളുകൾക്കെല്ലാം സ്ഥലങ്ങളുണ്ട്. അവിടെ കൃഷി ചെയ്യുക. കൃഷി ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, വിദ്യാർത്ഥികളുടെ ആരോഗ്യം നന്നാവും, മറ്റുള്ളവർക്കും വിഷരഹിതമായ പച്ചക്കറി കഴിക്കാൻ പറ്റും. അതുതന്നെയല്ലേ ഏറ്റവും നല്ലത്. സൂംബ ഡാൻസ് കൊണ്ട് എന്ത്, ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ്, വേറൊന്നുമില്ല. ഞാനിത് പറയുന്നത് മതപരമായ കാര്യങ്ങൾ കൊണ്ടല്ല കേട്ടോ, മുസ്ലിംസിനെ പേടിച്ചോ അല്ലെങ്കിൽ മുസ്ലിംസിൻ്റെ ഇത് വെച്ചിട്ടൊന്നുമല്ല. മൊത്തത്തിൽ സൂംബ ഡാൻസിനേക്കാൾ നല്ലത് ഞാൻ മുമ്പ് പറഞ്ഞ സംഗതികളാണ്. സൂംബ ഡാൻസിന് എതിർപ്പൊന്നുമില്ല, സൂംബ ഡാൻസ് മോശമാണെന്നും പറയുന്നില്ല. പക്ഷേ മുമ്പ് പറഞ്ഞത് തന്നെയല്ലേ കുറച്ചുകൂടി നല്ലത്. ഇനി സൂംബ ഡാൻസ് കളിക്കണമെങ്കിൽ അവർക്ക് വീട്ടിൽ പോയി കളിക്കാമല്ലോ.